അടുത്തതായി പട്ടുറുമാലിലേക്ക് എത്തുക നമ്മളുടെയും പ്രിയങ്കരിയായ വിദേശത്തും സ്വദേശത്തുമായി നിരവധി ഷോകൾ നടത്തിയിട്ടുള്ള സുറുമി. സ്വാഗതം ചെയ്യുന്നു പട്ടുറുമാലിന്റെ ഈ വേദിയിലേക്ക് സുറുമിയെ. സുറുമി സംഗീത വേദികളിലൂടെ മലയാളിക്ക് സുപരിചിതയാണ് സുറുമി. കേരളത്തിലെ സ്റ്റേജ് പ്രോഗ്രാമുകളിലും മറ്റും സുറുമി നിറഞ്ഞു നിൽക്കുകയാണ്. ഉള്ളിൽ തൊടുന്ന തന്റെ ശബ്ദമധുരിമ പട്ടുറുമാലിനും പങ്കുവയ്ക്കുന്നു സുറുമി. നമുക്ക് ഹാർദമായി ക്ഷണിക്കാം വയനാടിന്റെ ഈ ഗായികയെ. ഹായ് സുറുമി, പ്ലസ് 2 അല്ലേ പഠിക്കുന്നത്? അപ്പൊ ഈ പ്ലസ് 2ന്റെ പഠിത്തവും സ്റ്റേജ് ഷോസും തമ്മിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പഠിത്തത്തിന്റെ ഇടയിൽ കൂടെ ഇതും കൊണ്ടുപോകും, അത്ര തന്നെ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ സുറുമി, ഇന്ന് ഏത് ഗാനമാണ് ഇവിടെ പാടുന്നത്? ഞാൻ അല്ലാ റസൂലിനെ എന്ന് പറഞ്ഞ ഒരു പഴയൊരു സോങ്ങാണ്. ഓക്കെ, നന്നായി പാടണം.
സുർമി, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സുർമി സ്റ്റേജ് ഷോസിൽ ഗൾഫിലൊക്കെ പോവാറുണ്ടല്ലോ. അതെ, പോയിരുന്നു. എപ്പോഴാ റീസെന്റ് ആയിട്ട് പോയത്? ഈ കഴിഞ്ഞ 17-ാം തീയതി പോയിട്ട് ഈ 22-ാം തീയതി തിരിച്ചെത്തിയാണ് ഞാൻ. എങ്ങനെയുണ്ടായിരുന്നു? തകർപ്പായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളി. അതെയോ? സുറുമി സാധാരണ സ്കൂള് പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതെ 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 ഉണ്ട്. മത്സരങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ, പങ്കെടുക്കാറുണ്ട്. അപ്പൊ സ്ഥിരം വിജയിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പാനലിലേക്ക് കടക്കാം. അതെ, വളരെ മെലഡി ആയിട്ടുള്ളൊരു പാട്ടാണ്, വളരെ ദുഃഖം ഉള്ളൊരു പാട്ടാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഇത്തരമൊരു പാട്ടുകളിൽ സ്ത്രീയുടെ ഒരു ദുഃഖം തന്നെയാണ് പ്രധാന വിഷയം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒരുപാട് ഫെമിനിസം ആയാലും മറ്റ് പ്രശ്നം ഒരുപാട് ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു കാര്യമാണ് സ്ത്രീ എന്നത്. ആ സ്ത്രീയാണ് ഈ പാട്ടിലെയും വിഷയം. ദുഃഖം അനുഭവിക്കുന്നത്. നമ്മുടെ പഴയകാലത്തെ ആദ്യകാലത്തെ സിനിമകളും ഒക്കെ സ്ത്രീ വിഷയമായിരുന്നു. ഈ പാട്ടിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, പാട്ട് പാടുമ്പോൾ തന്നെ. ഇത് ആച്ചുവീട്ടിൽ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊയിലാണ്ടി തങ്ങൾക്ക് അയച്ച ഒരു കത്തുപാട്ടാണ്. തൻ്റെ ദുഃഖങ്ങളും വിഷമതകളും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് അയച്ച കത്തുപാട്ടാണ്. പക്ഷെ ഇത് ആച്ചുവീട്ടിൽ ബീവി തന്നെ എഴുതിയതാണോ എന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്ത് കത്തെഴുതിയിരുന്നതെല്ലാം സ്വന്തം പാട്ടിലൂടെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കവികളാവില്ലല്ലോ. അതുകൊണ്ട് പാട്ട് എഴുതാൻ അറിയാത്തവർ വിഷയം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ കവികളെ കൊണ്ട് പാട്ട് എഴുതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മറിയക്കുട്ടിക്കത്ത് പോലെ. മറിയക്കുട്ടി എഴുതിയതാണെങ്കിലും പക്ഷെ അത് എഴുതി കൊടുത്തത് പുലിക്കോട്ടിലായിരുന്നു സാഹിബ. എന്നതുപോലെ തന്നെ ആച്ചു ബീവിക്ക് വേണ്ടി മറ്റേതോ കവി എഴുതി കൊടുത്തതാവാനാണ് സാധ്യത. പക്ഷെ ആ കവിയുടെ പേരറിയില്ല. കൊയിലാണ്ടി തങ്ങൾക്ക് അയച്ചിട്ടുള്ള ഒരു കത്തുപാട്ട് എന്നുള്ള നിലയിൽ ഈ ഗാനം വളരെ പ്രശസ്തമായിരുന്നു, എല്ലാവരും പാടിയിരുന്നു. പക്ഷേ ഒരു സംശയം, ഈ പാട്ട് മാപ്പിളപ്പാടിന് വ്യക്തമായ കുറെ ഇശലുകളുണ്ട്. ഉണ്ട്. അപ്പോ ഇവര് വളരെ ഒരു എന്താ പറയാ ഒരു സങ്കടം പറയുന്ന രൂപത്തിൽ അത് അവതരിപ്പിച്ചത്. പക്ഷെ ഇതിനൊരു ഇശലുണ്ട്. അത് ഏത് ഇശലിലാണ്? അത് കെസ് പാട്ട് എന്ന് പറയും. മാപ്പിളപ്പാട്ടില് കെസ് പാട്ട്, അധികം പ്രേമഗാനങ്ങളാണ് ഈ കെസ് പാട്ടിൽ ഉണ്ടാവാറ്. ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ കെസ് പാട്ടായിട്ടുണ്ട് ഇതേ ഈണത്തില്. അപ്പൊ ഈ പ്രേമഗാനങ്ങൾക്ക് അധികവും അതിന്റെ ദുഃഖഭാവം ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു ഈശലാണ് കെസ്. ഭംഗിയായി ഈ ഗാനം ആവിഷ്കരിച്ചിട്ടുണ്ട്, പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. സുറുമിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പറയാം. സുറുമിയുടെ പേര് വെച്ച് തന്നെ ഞാൻ തുടങ്ങട്ടെ. ആളെ പേര് പോലെ തന്നെ കാണാൻ നല്ല ഓമനത്തുണ്ട്, നന്നായി പാടി, കോസ്റ്റ്യൂമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 ലൈൻ പാടാൻ പറ്റുമോ സുറുമി? എക്സലന്റ് ആയി പാടി. താങ്ക് യു മാം. ഓക്കെ സുർമി, ഹാപ്പി ആയല്ലോ? ഹാപ്പി ആയി. ഓക്കെ, താങ്ക് യു.